നിങ്ങൾ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണോ? ശാരീരികമായ പ്രയാസമാണെങ്കിലും മാനസികമായിരിക്കുന്ന പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിയുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു ദിക്ർ മുത്തുനബി അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്ർ ഏതാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക. മഹദിയായിരിക്കുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് അവിടെ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണിത്. മഹദി പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് എനിക്ക് പഠിപ്പിച്ചു തന്നു, എനിക്ക് പറഞ്ഞു തന്നു. അലാ ഉഅല്ലിമുക കലിമാത്തിൻ തഖൂലീന ഹുന്ന ഇൻദൽ ഖർബ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. അതിനെ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിനെ ചൊല്ലണേ. അതിനെ ചൊല്ലിയാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദിക്റുകൾ ഏതാണ്? അവിടെ നിന്ന് മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ എന്നതാണ് ആ ദിക്ർ. വളരെ ചെറിയ ദിക്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്ന, എപ്പോഴും നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ദിക്റാണത്. സ്ക്രീനിൽ കാണുന്ന ആ ദിക്റിനെ നാം പഠിക്കുകയും കാണാതെ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഇതിനെ പകർത്തുക. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ, ഇതാണ് ദിക്ർ. അപ്പോൾ ഈ ദിക്ർ എത്ര എണ്ണം ചൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര എണ്ണവും നമുക്ക് ചൊല്ലാം. എത്ര എണ്ണം ചൊല്ലിയാലും നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി നാം മനസ്സാന്നിധ്യത്തോടുകൂടി ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു തരും. നമ്മുടെ പ്രതിസന്ധികൾക്ക് അല്ലാഹു തആല തീർത്തു തരും. നാം അകപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം നൽകും. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.